ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശ റോഡ് നീളെ തെണ്ടി തിരയണത് സരയു കാണുവാട്ടോ. സരയു വേഗം തന്നെ പ്രകാശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പ്രകാശ, നിങ്ങളൊക്കെ ഈ കോലത്തിലായല്ലോ, എല്ലാത്തിനും കാരണം ആ കല്യാണി എന്ന് പറഞ്ഞവളാണ് എന്ന് പറയാണ്. അല്ല, ഞാൻ ഇനി ഒന്നിനുള്ളത് പറഞ്ഞ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവോ? നോക്ക്, നിങ്ങളുടെ ഈ തളർച്ചക്കൊക്കെ കാരണം ആ കല്യാണി ഒരൊറ്റ എഴുത്ത് തന്നെയാണ്. അവളുടെ അഹങ്കാരമാണ്, പിന്നെ അവളുടെ ഭർത്താവ് കിരണം. ഇതേ ഈ വാശിക്ക് നിങ്ങൾ അവളെ ഇല്ലാതാക്കണം എന്നൊക്കെ സരയു പറയുമ്പോ പ്രകാശം പണ്ട് ഞാൻ ഒന്നിനും ഇല്ല സരിയു, എന്നെ വെറുതെ വിട്ടേക്ക്. അപ്പൊ നിങ്ങളുടെ വാശി വൈരക്കൊക്കെ തീർന്നോ? അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും കുറച്ച് പിച്ചക്കാശ് എന്ന നിലയിൽ സരിയു കുറച്ച് പൈസ എന്തോ പ്രകാശിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം സരിയു അവിടെ നിന്ന് നേരെ പോണ ദീപയുടെ അടുത്തേക്കാണ്. ദീപടുത്തും കല്യാണടുത്ത് പറയുന്നുണ്ട്, ദേ നിങ്ങളുടെ ഭർത്താവ് റോഡ് മൊത്തം തെണ്ടി തിരിഞ്ഞ് നടക്കാണ്, ഞാൻ കുറച്ച് പൈസ അവൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ ദീപ പറയുന്നുണ്ട്, നീ അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ തന്നെ ദുഃഖിക്കേണ്ടി വരും. കാരണം നാളുടെ സമയത്ത് ഈ അവസ്ഥ നിനക്കും ഉണ്ടാവും, നിന്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ലാതെ നീയും തെണ്ടി തിരിഞ്ഞ് നടക്കും എന്നൊക്കെ ദീപ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോ സരിവിന് ദേഷ്യം വരുവാണ്. കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാത്ത പ്രകാശൻ നേരെ പോണത് കാദംബരിയുടെ രതീഷിന്റെ വീട്ടിലേക്കാണ്. പ്രകാശിനെ കാണുമ്പോഴേ കാദംബരി പറയുന്നുണ്ട്, അയ്യോ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവിടെ വരല്ലേ, വഴി തെറ്റിപ്പോലും നിങ്ങൾ ഈ വീട്ടിലേക്ക് വരല്ലേ, ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല, എന്നിപ്പോ നിങ്ങളെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറയാണ്. ഇപ്പോഴും ഞങ്ങളുടെ ജീവിതം ഒന്ന് പച്ച പിടിച്ചത്, നിങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ ജീവിതം കുളമാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് പ്രകാശിന്റെ മുഖത്തേക്ക് വലിച്ചെറിയാട്ടോ. പ്രകാശിനെ ആകെ വിഷമമായി പോവാണ്. അങ്ങനെ എല്ലാവരും പ്രകാശിനെ ആട്ടി ഓടിക്കാണ്. പ്രകാശിനെ ആകെ നെഞ്ച് തകർന്നു പോവാട്ടോ. പ്രകാശിന്റെ മനസ്സിൽ അപ്പോഴല്ല ഒരു മുഖം മാത്രമേ ഉള്ളൂ, കല്യാണിയുടെ മുഖം. കല്യാണിന്റെ ചെറുപ്പത്തിൽ പ്രകാശൻ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് പ്രകാശൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗങ്ങളാട്ടോ പ്രൊമോയിൽ കാണിച്ചത്. പിന്നെ സരയു മനോഹറിനെ സംശയിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. കാരണം മനോഹർ ഒരു ഫ്രോഡ് ആണെന്നുള്ള കാര്യം കൂടി സരയു മനസ്സിലാക്കാൻ പോവാട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.